ചിലിയൻ പർവ്വതനിരകളിലൊന്നിൽ ഭൂമിയിൽ ഇന്നോളം നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദൂരദർശിനി കണ്ണു തുറന്നു. അതിനൊരു പേര് ജ്യോതിശാസ്ത്രജ്ഞർ നൽകിയത് വേരാ സി റൂബിൻ നിരീക്ഷണ കേന്ദ്രം എന്നാണ്. റൂബിൻ നിരീക്ഷണ കേന്ദ്രം പ്രപഞ്ചഘടനയിലെ ഏറ്റവും നിഗൂഢവും ദുരൂഹവുമായ ഇരുണ്ട ദ്രവ്യത്തിൻ്റെ ബ്ലാക്ക് മാറ്ററിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നിർണായകമായ അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തിയ വേരാസി റൂബിനോടുള്ള ആദരസൂചകമായിട്ടാണ് ആ പേര് നൽകിയത്. 3200 മെഗാ പിക്സൽസ് ഉള്ള അതിൻ്റെ കൂറ്റൻ ക്യാമറ നിർമ്മിച്ചിരിക്കുന്നത് അമേരിക്കൻ ഊർജ വകുപ്പാണ്. ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിന്ന് ദൃശ്യമാകുന്ന മുഴുവൻ ആകാശവും അടുത്ത 10 വർഷത്തേക്ക് ഓരോ 3 രാത്രിയിലും പകർത്താനും പുതിയ ആകാശ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിലുമാണത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ 40 സെക്കൻഡുകളിലും അതിന് ചിത്രങ്ങൾ പകർത്താൻ കഴിയും. ജെയിംസ് വെബ് ദൂരദർശിനിയേക്കാൾ 350 മടങ്ങിലധികം ഡേറ്റകൾ ശേഖരിക്കാൻ കഴിയും. നിരന്തരം അയക്കുന്ന ചിത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും പുതിയ ആകാശ വസ്തുക്കളെക്കുറിച്ചും വ്യക്തമായ അലേർട്ടുകൾ നൽകാൻ കഴിയും. മാത്രമല്ല, ലോകത്തെവിടെ നിന്നും ആർക്കും സ്വന്തം പോക്കറ്റിലെ മൊബൈൽ ഫോണിൽ ആകാശത്തെ വിസ്മയ കാഴ്ചകൾ കാണാനുള്ള സ്കൈ വ്യൂ സംവിധാനവും അതിൻ്റെ സൂമിങ്ങും ലഭ്യമാണ്. അതിൻ്റെ പരീക്ഷണ പ്രവർത്തനത്തിനിടയിൽ അത് പകർത്തിയ ആകാശ ചിത്രങ്ങൾ ഇതിനകം ലോകത്ത് പ്രധാന വാർത്തകളിൽ ഒന്നായി. ഭീമാകാരനായ ചന്ദ്രൻ, ഭൂമിയിൽ നിന്ന് 9000 പ്രകാശ വർഷങ്ങൾക്ക് അകലെ കണ്ടെത്തിയ നക്ഷത്ര നെബുല, നാം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത എണ്ണമറ്റ ആകാശ വസ്തുക്കൾ തുടങ്ങി അത് പകർത്തിയ പരീക്ഷണ ചിത്രങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ജിജ്ഞാസയെ അങ്ങേയറ്റം ത്രസിപ്പിക്കുന്നവയാണ്. നമ്മുടെ സൗരയൂഥത്തിൽ നെപ്റ്റ്യൂണിനപ്പുറത്ത് മറ്റൊരു ഗ്രഹമുണ്ട് തുടങ്ങിയ ഇനിയും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലാത്ത എത്രയോ നിഗൂഢതകൾ റൂബിൻ ദൂരദർശിനി താമസിയാതെ ഉത്തരം തരും. പ്രകാശവർഷങ്ങൾ താണ്ടി ഒരു മനുഷ്യ ജീവിതം കൊണ്ട് നമുക്ക് എത്താൻ കഴിയാത്ത ഇടത്തൊക്കെ നമ്മുടെ യന്ത്രക്കണ്ണുകൾ ഇനി അങ്ങനെ സഞ്ചരിക്കും. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെയും ജിജ്ഞാസയെയും ശക്തിപ്പെടുത്താൻ റൂബിൻ ദൂരദർശിനി നമുക്ക് സഹായമാകും എന്നത് തീർച്ചയാണ്. ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക്